إن الحمد لله نحمده ونستعينه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن 4 أشهر وعشر فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير ഏറ്റവും ബഹുമാനമുള്ള വിശ്വാസിനികളെ സഹോദരങ്ങളെ ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ആലമീന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരമൊരു ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ നിലയിൽ മരണമോ അതുപോലെ തന്നെ വിവാഹമോചനമോ മൂലം ഭർത്താവ് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭർത്താവ് പിരിയേണ്ടി വരുമ്പോ പുനർവിവാഹം നടത്താതെ ഒരു സ്ത്രീ ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കാത്തിരിക്കേണ്ട നിശ്ചിത കാലഘട്ടമുണ്ട്. അതിന് ഇസ്ലാമിൽ പറയുക ഇദ്ദ എന്നുള്ളതാണ്, അഥവാ ദീക്ഷാകാലം എന്ന മലയാളത്തിൽ നമ്മൾ പറയും. ഇദ്ദയുടെ ലക്ഷ്യങ്ങൾ പല രൂപത്തിലാണ്, പലതാണ്. നമുക്കറിയാം, തന്റെ സ്നേഹനിധിയായ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യ സഹജമായ ദുഃഖം ഏറ്റവും മാന്യമായ രൂപത്തിൽ ആചരിക്കുവാനുള്ള അവസരമാണ് ഇസ്ലാം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നത്. ഇദ്ദയിലൂടെ ആ ഭർത്താവിന്റെ വിയോഗത്തിലുള്ള ദുഃഖം കുറയുവാനും അതുപോലെ തന്നെ മാനസികമായി സാധാരണ നില കൈവരിക്കാനുമുള്ള ഒരു സമയവും കൂടിയാണ് ഈ ഇദ്ദ കാലഘട്ടം. ജീവിതകാലത്ത് തന്നെ ഭർത്താവുമായി വേർപിരിഞ്ഞാലും ഈ നിശ്ചിത കാലയളവ് ഇദ്ദയിരുന്നുകൊണ്ട്, അഥവാ മരണമില്ലാതെ ഭർത്താവ് തലാഖ് ചൊല്ലിയാൽ അതുപോലെ തന്നെ കുഴൽ സംഭവിച്ചാലുമെല്ലാം ഈ ഇദ്ദ കാലയളവ് അവൾ പൂർത്തീകരിക്കണം എന്നതാണ് മതം നൽകുന്നത്. വിവാഹമോചനത്തിന്റെ ദുഃഖത്തിൽ നിന്ന് അവൾക്ക് മോചനം നൽകുക എന്നതാണ് ഈ ഇദ്ദയുടെ മറ്റൊരു ലക്ഷ്യം. അതുപോലെ തന്നെ വേറെ ഒരു കല്യാണത്തിന്റെ വിവാഹത്തിന് വേണ്ടി അവരുടെ മാനസികമായ പക്വത, മാനസികമായ ആ രൂപത്തിലുള്ള പക്വത ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഈ സന്ദർഭം അല്ലാഹു റബ്ബുൽ ആലമീൻ മതമായി നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്ക് വീണ്ടും ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക കൂടി ഇതിന്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് തന്റെ യുക്തി കൊണ്ടോ തന്റെ ബുദ്ധി കൊണ്ടോ തീരുമാനിക്കപ്പെടാവുന്നതല്ല. മതത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് മതം എന്ത് പറഞ്ഞോ അത് സ്വീകരിക്കൂ, കേട്ടു, സ്വീകരിച്ചു എന്ന് പറയുന്നവരായിരിക്കണം മുസ്ലിങ്ങളായ ആളുകൾ. അതാണല്ലോ മുസ്ലിം എന്ന് പറയുന്നത്.
മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു എന്നാണ് അർത്ഥം. അഥവാ അല്ലാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ എന്റെ സ്വന്തമായ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല, എന്റെ യുക്തിക്കോ എന്റെ ബുദ്ധിക്കോ പ്രസക്തിയില്ല. മറിച്ച് പ്രമാണം എന്താണോ പറയുന്നത് അതിൽ കീഴൊതുങ്ങുക എന്നുള്ളതാണ് മുസ്ലിം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭർത്താവിന്റെ മരണം മൂലമോ വിവാഹമോചനം മൂലമോ ഭർത്തൃ വേർപാട് അനുഭവിക്കുന്ന സ്ത്രീകൾ ഇദ്ദയുടെ കാര്യത്തിൽ രണ്ട് തരക്കാരായിരിക്കും. ഇസ്ലാം അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൽ ഒന്നാമത്തത് ഒരിക്കലും ഇദ്ദ ആചരിക്കേണ്ടാത്തവരാണ്. അവരൊരിക്കലും ഇദ്ദയിരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ വിഭാഗം നിർബന്ധമായും ഇദ്ദ ആചരിക്കേണ്ടവരാണ്, ഇദ്ദയിരിക്കേണ്ടവരാണ്. ഈ രണ്ട് വിഭാഗത്തെയും ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അഥവാ ഇദ്ദ ഇരിക്കാൻ ഒരിക്കലും അവർ ഇദ്ദ ഇരിക്കേണ്ടതില്ല എന്ന് പറയുന്ന സ്ത്രീകൾ ഭാര്യ ഭർത്തൃ വീട് മൂന്ന് നടക്കാത്ത സ്ത്രീകളെ കുറിച്ചാണ്. കല്യാണം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, പക്ഷേ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാതെ വീട് കൂടൽ ചടങ്ങ്, ആ രൂപത്തിലുള്ള സംഗതി നടക്കാത്ത സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവാണ് മരിച്ചതെങ്കിൽ ആ സ്ത്രീക്ക് ഇദ്ദയിരിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആനാണ് അതിന്റെ തെളിവ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നകഹ്തുൽ മുഅ്മിനാതി ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണാൻ സാധിക്കും. സത്യവിശ്വാസികളെ നിങ്ങൾ സത്യവിശ്വാസികളെ വിവാഹം കഴിക്കുകയും എന്നിട്ട് നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പായി, അഥവാ അവരുടെ വീട് കൂടുതൽ നടക്കുന്നതിന് മുമ്പായി അവരെ വിവാഹമോചനം നടത്തുകയും ചെയ്താൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ഇദ്ദ ആചരിക്കേണ്ട ബാധ്യത അവർക്ക് നിങ്ങളോടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഇദ്ദ ആചരിക്കേണ്ടതില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവരല്ലാത്ത മുഴുവൻ സ്ത്രീകളും ഇദ്ദ ആചരിക്കേണ്ടതുണ്ട്. എന്നാൽ അവരിൽ ഓരോരുത്തരുടെയും ഇദ്ദ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുള്ളതായിരിക്കും. അത് ഓരോന്നും പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായി ഭർത്താവ് മരണപ്പെട്ട കാരണത്താൽ ഇദ്ദ ആചരിക്കുന്നവർ, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളുടെ ഇദ്ദ 3 രൂപത്തിലായിരിക്കും. പ്രമാണങ്ങൾ അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, ഗർഭിണിയായ സ്ത്രീകൾ. ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരണപ്പെടുമ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെയാണ് അവളുടെ ഇദ്ദ കാലയളവ്. അഥവാ ഇന്നാണ് ഗർഭിണിയായ ഭാര്യയുടെ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിക്കുന്നതെങ്കിൽ നാളെ അവൾ പ്രസവിച്ചാൽ അവരുടെ ഇദ്ദ കാലയളവ് കഴിഞ്ഞു എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ അത് പറയുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നതായിട്ടാണ് ഗർഭവതികളായ സ്ത്രീകളാകട്ടെ അവരുടെ അവധി ഇദ്ദ അവർ തങ്ങളുടെ ഗർഭം പ്രസവിക്കലാകുന്നു. ഒരു ദിവസം ഇദ്ദയിരുന്നാൽ മതി. എന്നാൽ 9 മാസം 8 മാസം കഴിഞ്ഞിട്ടാണ് അവരെ പ്രസവിക്കുന്നതെങ്കിൽ ആ പ്രസവിക്കുന്നത് വരെ അവർ ഇദ്ദയിലായിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അഥവാ പ്രസവമാണ് അവരുടെ ഇദ്ദയുടെ കാലാവധി എന്ന് മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവായിരുന്നു സഅദ് ബിൻ ഖൗല റളിയല്ലാഹു അൻഹുയുടെ. സഅദ് ബിൻ ഖൗല റളിയല്ലാഹു അൻഹുവിന്റെ ഭർത്താവായ അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹം ഹജ്ജത്തുൽ വിദാഇൽ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്ന് ഹദീസിൽ കാണാം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരെ പ്രസവിക്കുകയുണ്ടായി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ പ്രസവിച്ചു. അങ്ങനെ അവർ ശുദ്ധിയായപ്പോൾ പുനർവിവാഹത്തിന് അവർ തയ്യാറാവുകയും 4 മാസവും 10 ദിവസവും ഇദ്ദ അനുഷ്ഠിക്കാത്ത കാരണത്താൽ ഗോത്രത്തിൽപ്പെട്ട ബഅത്തിന്റെ മകൻ, ബഅത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ അബൂ സുനാ ബിൻ സുഹൈൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അഥവാ ഈ സഹാബിയുടെ അഥവാ ഖൗല റളിയല്ലാഹു അൻഹയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. 4 മാസവും 10 ദിവസവുമാണ് ഇരിക്കേണ്ടത്, അത് നീ ഇരുന്നിട്ടില്ല, പ്രസവിച്ച ഉടനെ നീ ഇദ്ദ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോ മഹദിയായ സുഹൈല ബിൻ ഖൗല റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയും അവിടത്തോട് ഈ കാര്യം പറയുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
തീർച്ചയായും നീ പറഞ്ഞതാണ് ശരി, നിശ്ചയം ഞാൻ പ്രസവിച്ചതോടെ എന്റെ ഇദ്ദ അവസാനിച്ചു. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യാൻ പറഞ്ഞു. فأفتاني بأني قد حللت حين وضعت حملي وأمرني بالتزوج إن ബദാനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ പ്രസവിച്ചതോടുകൂടി നിന്റെ ഇദ്ദ അവസാനിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനും ഈ സംഭവം നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്തവർ അഥവാ വിവാഹശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് മരണപ്പെട്ടാൽ 4 മാസവും 10 ദിവസവുമാണ് ഇദ്ദ അനുഷ്ഠിക്കേണ്ടത്. നേരത്തെ പറഞ്ഞത് വീട് കൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഭർത്താവിന്റെ വീട്ടിലാണുള്ളത്, പക്ഷെ ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ശാരീരികമായ ബന്ധത്തിൽ ഇവർ ഏർപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാലോ, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയോ അവൾക്ക് മഹർ നിശ്ചയിക്കുകയോ അവളുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നതിന് മുമ്പായി മരണമടയുകയും ചെയ്ത ഒരാളെ കുറിച്ച് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൾക്ക് അവളെപ്പോലുള്ള സ്ത്രീകൾക്കുള്ള മഹറുണ്ട്, കൂടുതലോ കുറവോ ഇല്ല, അവൾക്ക് ഇദ്ദയും അനന്തരാവകാശവും ഉണ്ട്. അപ്പോൾ മക്അബ് ഇബ്നു സിനാൻ അൽ-ശഖി റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബിർവാ ബിൻത് വാശി എന്ന സ്ത്രീക്ക് താങ്കൾ വിധിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചിരുന്നു. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. നോക്കൂ, നിങ്ങൾ മഹർ നിശ്ചയിച്ചു കൊടുത്തു, അതുപോലെ തന്നെ നിക്കാഹ് നടന്നു. അവരുടെ വീട്ടിലാണ്, ഭർത്താവിന്റെ വീട്ടിലാണുള്ളത്, പക്ഷേ ശാരീരികമായ ബന്ധത്തിൽ അവർ ഏർപ്പെട്ടിട്ടില്ല. എന്നാലും അവർക്ക് 4 മാസവും 10 ദിവസവും ഇദ്ദയിക്കേണ്ടതുണ്ട് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മറ്റൊരു സഹാബി പറയുകയാണ്, വേറെ ഒരു പെണ്ണിന്റെ കേസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിധിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവമാണിത്. ഇമാം തുർമുദി സ്വഹീഹായ ഹദീസിലൂടെ റിവായത്ത് ചെയ്തതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂന്നാമത്തെ കാര്യം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ അഥവാ ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ 4 മാസവും 10 ദിവസവുമാണ് ഇദ്ദ അനുഷ്ഠിക്കേണ്ടത്. 4 മാസവും 10 ദിവസവുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇദ്ദ ആചരിക്കേണ്ടത്. വിശുദ്ധ ഖുർആനാണ് അതിന്റെ തെളിവ്. വല്ലദീന യതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശ്റാ ഫഇദാ ബലഗ്ന അജലഹുന്ന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന ബിൽ മഅറൂഫ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അതുകൊണ്ടാണ് ഇദ്ദ നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ മഹാഭൂരിപക്ഷവും രേഖപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ്. നിങ്ങളിൽ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരെ വിട്ടുവെച്ചുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അവർ ഭാര്യമാർ തങ്ങളുടെ കാര്യത്തിൽ 4 മാസവും 10 ദിവസവും കാത്തിരിക്കേണ്ടതാണ്, ഇദ്ദയിക്കേണ്ടതാണ്. എന്നിട്ട് അവരുടെ ആ അവധി എത്തിയാൽ തങ്ങളുടെ കാര്യത്തിൽ അവർ മര്യാദയനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നതല്ല, അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. 4 മാസവും 10 ദിവസവും ഭർത്താവ് മരണപ്പെട്ടാൽ സ്ത്രീകൾ ഇദ്ദയിക്കൽ നിർബന്ധമാണ്. നോക്കൂ, നിങ്ങൾ മഹാമഹതിയായ പ്രവാചക പത്നി നമ്മുടെ ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം. അന്ന ഉമ്മ ഹബീബ സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം قال النبي صلى الله عليه وسلم لا يحل لامرأة تؤمن بالله واليوم الآخر تعد على نية فوق 3 إلا على زوج 4 أشهر وعشرا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്കും ഒരു മയ്യത്തിന്റെ പേരിൽ 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖിച്ചിരിക്കാൻ പാടുള്ളതല്ല. അവിടെ ഒരു മസ്അല കൂടി കടന്നു വരികയാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നത്, 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖിച്ചിരിക്കുക എന്നുള്ളത് ഒരു മയ്യത്തിന്റെ കാര്യത്തിൽ പാടുള്ളതല്ല. അത് സ്വന്തം ഉമ്മ മരിച്ചാലും സ്വന്തം ഉപ്പ മരിച്ചാലും സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞാലും ഈ 3 ദിവസമല്ലാതെ ദുഃഖിച്ചുകൊണ്ട് വീട്ടിലിരിക്കരുത്. 3 ദിവസം കഴിഞ്ഞാൽ നിന്റെ ജോലി അന്വേഷിച്ചു പോകണം.
അല്ലാഹുവിന്റെ വിധിയെ അംഗീകരിച്ചേ മതിയാകൂ. റബ്ബിന്റെ തീരുമാനത്തെ അംഗീകരിച്ചേ മതിയാകൂ. അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു പോകരുത്. അല്ലാഹുവിന്റെ തീരുമാനം, അവന്റെ ഖദറിനെ ഒരിക്കലും നീ നിഷേധിച്ചുകൊണ്ട് സംസാരിച്ചു പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ഉമ്മു ഹബീബ പറയുകയാണ്. ആർ കുടികെ ഇല്ലാ അലാ സൗജി അർബഅത അശ്ഹുരിൻ വഅശറാ. ഒരു സ്ത്രീ അഥവാ ഒരു ഭാര്യയ്ക്ക് ഒഴികെ അവരുടെ ദുഃഖാചരണം എന്ന് പറയുന്നത് 4 മാസവും 10 ദിവസവുമാണ്. തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ ഭർത്താവ് തന്നിൽ നിന്ന് വേർപിരിയുമ്പോ തന്റെ വാപ്പ കൈപിടിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഭർത്താവ്, തന്റെ താങ്ങും തണലുമായ തന്റെ ഭർത്താവ് തന്നിൽ നിന്ന് വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എത്രയോ ഭയാനകമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് അവൾ പലപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊള്ളണമെന്നില്ല, അവരൊരിക്കലും നമ്മളോട് പറയണമെന്നില്ല. പക്ഷേ ഈ മനസ്സറിയുന്ന റബ്ബാണ് നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് 4 മാസവും 10 ദിവസവുമാണ് ഈ ദുഃഖാചരണം. ഈ ദിവസങ്ങളിൽ അവർ അവരുടെ വീട്ടിൽ തന്നെ കഴിയേണ്ടതുണ്ട്. ശേഷം വിശദീകരിക്കാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും പിണക്കത്തിന്റെ പേരിൽ ഭർത്താവുമായി പിണങ്ങി മാറി നിൽക്കുന്ന സ്ത്രീകൾ, ചിലപ്പോ പിണക്കമുണ്ടാകുമല്ലോ, ചിലപ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ. ആ സമയത്താണ് ഭർത്താവ് മരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യുന്നതെങ്കിൽ അവരും 4 മാസവും 10 ദിവസവും അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഭർത്താവുമായി തെറ്റി വേറെ ഒരു വീട്ടിൽ, ഭാര്യയുടെ വീട്ടിലാണ്, ആ സമയത്താണ് ഭർത്താവ് മരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യുന്നതെങ്കിൽ 4 മാസവും 10 ദിവസവും എന്ത് ചെയ്യണം? ഇരിക്കേണ്ടതുണ്ട്. ഞാൻ ഭർത്താവുമായി തെറ്റിയിട്ട് വർഷങ്ങളായി, 2 കൊല്ലായി അല്ലെങ്കിൽ 3 കൊല്ലായി 4 കൊല്ലായി ഞാൻ അയാളുമായി യാതൊരു ബന്ധത്തിലും ഏർപ്പെട്ടിട്ടില്ല, പിന്നെ ഞാൻ എന്തിനായിരിക്കണമെന്ന് ചോദിക്കുന്നവരുണ്ട്. പാടില്ല, ഇരിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പറയുന്നത്. ഭർത്താവ് മരിച്ച സമയം മുതൽ തന്നെയാണ് ഇദ്ദയുടെ സമയം ആരംഭിക്കുന്നത്. ഇദ്ദയുടെ സമയം ഭർത്താവ് മരിച്ച ആ സ്പോട്ടിൽ ആരംഭിക്കും, ആ സന്ദർഭത്തിൽ ആരംഭിക്കും. മരണം സ്ഥിരീകരിച്ച ആ സന്ദർഭത്തിൽ ഇദ്ദയുടെ സമയം ആരംഭിക്കും. ചില ആളുകൾ കരുതിയിരിക്കുന്നത് ഭർത്താവ് മരിച്ച് മയ്യത്തൊക്കെ അടക്കി ഈ 3 ദിവസമൊക്കെ ആൾക്കാർ ഇങ്ങനെ വരുമല്ലോ. പല ആളുകളും ഇങ്ങനെ വന്ന് അതൊക്കെ ആ 3 ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ വേറൊരു ദിവസം തീരുമാനമെടുക്കാൻ ഞാൻ ഇദ്ദയില്ല. അങ്ങനെയല്ല, ഭർത്താവ് മരിച്ച ആ നിമിഷം മുതൽ ഇദ്ദയുടെ സമയം ആരംഭിക്കും. നിശ്ചയിക്കപ്പെട്ട് ത്വലാഖ് ചൊല്ലിയ ആ സമയം മുതൽ ഭാര്യ ആ സ്ത്രീയുടെ ഇദ്ദയുടെ സമയം ആരംഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹമോചനത്തെ തുടർന്ന് ഇദ്ദ ആചരിക്കുന്നവർ, അതാണ് രണ്ടാമത് പറയാനുള്ളത്. വിവാഹമോചനത്തെ തുടർന്ന് ഇദ്ദ ആചരിക്കുന്ന, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ഇദ്ദയും വ്യത്യസ്ത രൂപത്തിലാണ്. ഒന്ന്, ഗർഭിണിയായ ആൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹമോചന ഗർഭിണിയാണെങ്കിൽ അവൾ പ്രസവിക്കുന്നത് വരെയാണ് ഇദ്ദ. നേരത്തെ പറഞ്ഞല്ലോ, അതാണ് അവരുടെ കാലാവധി. ഗർഭവതികളായ സ്ത്രീകളാകട്ടെ, അവരുടെ അവധി ഇദ്ദ അവസാനിക്കുന്നത് അവരുടെ ഗർഭം പ്രസവിക്കലാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. രണ്ടാമത്തെ വിഭാഗം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, അഥവാ ആർത്തവം ഉണ്ടാവാറുള്ളവർ. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരും ആർത്തവം നിലക്കാത്തവരുമാണെങ്കിൽ 3 ശുദ്ധികാലമാണ് ഇത് ആചരിക്കേണ്ടത്. ഇവിടെ 4 മാസവും 10 ദിവസവുമല്ല, മറിച്ച് 3 മാസമാണ് അവരെ ഇത് ആചരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ 3 മാസം അവர்கள் കഴിയും വരെ കാത്തിരിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 3 ആർത്തവ ഘട്ടമാണ്. അഥവാ അള്ളാഹു ഇവിടെ അറിയിച്ചിട്ടുള്ളത് വിവാഹം നടക്കുമ്പോഴുള്ള ശുദ്ധിയും
അതുപോലെ തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആർത്തവത്തിന് ശേഷം ഉണ്ടാകുന്ന ശുദ്ധികൾ, വിവാഹമോചനം നടക്കുമ്പോഴുള്ള ഒരു ശുദ്ധിയും ഒന്നാമത്തെയും രണ്ടാമത്തെയും ആർത്തവത്തിന് ശേഷം ഉണ്ടാകുന്ന ശുദ്ധികളും കൂടി ആകെ 3 കുറവുകൾ എന്നാണ്. 3 കുറവുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. 2 ആർത്തവ ശുദ്ധി കഴിഞ്ഞതിന് ശേഷം അടുത്ത 3ാമത്തെ ആർത്തവം തുടങ്ങിയാൽ അവർക്ക് അവസാനിപ്പിക്കാം. ഇതാണ് 3 കുറവ് എന്ന് പറയുന്നത്. 3 മാസമാണ് വിവാഹമോചനം ചെയ്ത സ്ത്രീകൾ ഇരിക്കേണ്ടത്. ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ അഥവാ ആർത്തവം നിലക്കുകയും ആർത്തവം ഇല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ, വാർദ്ധക്യം കാരണത്താൽ, അങ്ങേയറ്റ വാർദ്ധക്യം കാരണത്താൽ ആർത്തവം നിലച്ചുപോയ ആളുകൾ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലാത്തി യഇസ്ന മിനൽ മഹീദി മിൻ നിസാഇകും ഇൻ അർതബ്തും ഫഇദ്ദതുഹുന്ന സലാസതു അശ്ഹുരിൻ വആലാഇ ലം യഹിന്ന. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും ആർത്തവത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ ഇദ്ദയുടെ കാര്യത്തിൽ സംശയത്തിലാണെങ്കിൽ അത് 3 മാസമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ കുളുക ചെയ്യപ്പെട്ടവരുണ്ടാകും. കുളു എന്ന് പറയുന്നത് ഒരു സ്ത്രീ ന്യായമായ കാരണങ്ങളാൽ തന്നെ ഭർത്താവിനെ വെറുക്കുകയും അയാളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അവൾക്ക് അവനിൽ നിന്ന് മോചനം സിദ്ധിക്കണമെന്ന് തോന്നുന്ന പക്ഷം സ്ത്രീക്ക് അയാളോട് വിവാഹമോചനത്തിന് ആവശ്യപ്പെടാവുന്നതാണ്. ഇപ്രകാരം സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ് വേർപിരിയാനുള്ള തീരുമാനമെങ്കിൽ അതിന്റെ ഇസ്ലാമിക സാങ്കേതിക പദം എന്ന് പറയുന്നത് ഖുൽഉ എന്നാണ്. ഇതിന് പറയുക സ്ത്രീ വിവാഹമോചനം ആവശ്യപ്പെടാൻ ഇസ്ലാമിൽ ഭർത്താവുമായി ഒരിക്കലും യോജിച്ചു പോകാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകുമ്പോ ഭർത്താവിന്റെ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് നിൽക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. ഖുൽഉ ആവശ്യപ്പെടാവുന്നതാണ്. അതിനാണ് ഖുൽഉ എന്ന് പറയുന്നത്. ഇവിടെ ഖുൽഉ ചെയ്യപ്പെട്ട സ്ത്രീകൾ അവർ എത്ര ദിവസമാണ് ഇരിക്കേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം ഇത് ഫസ്ഖ് മൂലമോ അല്ലെങ്കിൽ ത്വലാഖ് മൂലമോ ആണ് ഖുൽഉ എന്ന് പറഞ്ഞ ആളുകൾ. അവർ പറഞ്ഞു 3 മാസം ഇരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് ഫസ്ഖ് മൂലമല്ല, ഇത് ഫസ്ഖായുമല്ല പരിഗണിക്കപ്പെടുന്നത്, ത്വലാഖുമായിട്ടല്ല പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവര് 3 മാസം ഇരിക്കേണ്ടതില്ല, 1 മാസം ഇരുന്നാൽ മതി എന്നും പറഞ്ഞവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും പറയുന്നത് 1 മാസമാണ് എന്നുള്ളതാണ്. ഖുൽഉ ചെയ്യപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 1 മാസം ഇരുന്നാൽ മതി എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു ആസർ നമുക്ക് കാണാം. മഹാനദിയായ അവരുടെ ഭർത്താവിൽ നിന്നും ഖുൽഉയിലൂടെ വിവാഹമോചനം തേടി അങ്ങനെ സഹോദരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ഒരു ആർത്തവകാലം ഇരിക്കുവാൻ അദ്ദേഹം അവരോട് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മാസക്കാലം ഒരു ആർത്തവകാലം അവിടെ ഇരിക്കുവാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചിരുന്നത് 3 മാസം ഇരിക്കണമെന്നായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിങ്ങളിലെ ഉത്തമനും നിങ്ങളിലെ ഏറ്റവും വിവരമുള്ളവനുമാണ്. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ശരിയെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ അസറിനെ പിടിച്ചുകൊണ്ടാണ് പറയുന്നത് 3 മാസം ഇരിക്കേണ്ടതില്ല, 1 മാസം ഇരുന്നാൽ മതി എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഫിഖ്ഹിയായ ഒരു മസ്അലയായതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ അവരുടെ ഭർത്താവിന്റെ വീട്ടിലാണ് ഇരിക്കേണ്ടത്. എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണാം. നിങ്ങളുടെ കഴിവിൽപ്പെട്ട നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവരെ താമസിപ്പിക്കണം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അഥവാ ഭർത്താവിന്റെ വീട്ടിലാണ് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ഇരിക്കേണ്ടത്. ഭർത്താവ് മരിച്ച സ്ത്രീകളും അനുഷ്ഠിക്കേണ്ടത് അവരുടെ ഭർതൃഗൃഹങ്ങളിൽ തന്നെയാണ്, ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ്. അതിന്റെ ഒരു സംഭവം നമുക്ക് കാണാം. ഇമാം അബൂ ദാവൂദ്, ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം.
അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫുറൈഖ ബിൻത് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ എന്ന ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൊല്ലപ്പെടുകയുണ്ടായി. തന്റെ സഹോദരന്മാരുടെ വീട്ടിൽ യുദ്ധം അനുഷ്ഠിക്കുവാനുള്ള അനുവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദി ചോദിച്ചു. അഥവാ തന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് പോയി വിജയിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ, അഥവാ ഫുറൈഖ ബിൻത് മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു അനുവാദം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. സഹോദരന്മാരുടെ വീട്ടിൽ പോയി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. മഹദി തിരിച്ചു നടന്നു. മഹദി എന്ത് ചെയ്തു? അവിടെ നിന്ന് നടന്നുപോയി കുറച്ച് അങ്ങോട്ടേക്ക് എത്തി, കുറച്ചുകൂടി തിരിച്ചു വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ സഹോദരന്മാരുടെ വീട്ടിലിരിക്കാൻ പറ്റുകയില്ല, നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിലാണ് ഇരിക്കേണ്ടത് എന്ന് ആ സ്ത്രീയോട് പറയുകയും 4 മാസവും 10 ദിവസവുമാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഭർത്താവിന്റെ വീട്ടിലാണ്, അഥവാ ഭർത്താവ് എവിടെയാണോ മരിച്ചത് ആ വീട്ടിലാണ് സ്ത്രീ ഇരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വയസ്സായ ആളുകളുണ്ടാകുമ്പോൾ അങ്ങേയറ്റത്തെ 50, 60, 70, 80 വയസ്സുള്ള സ്ത്രീകളുണ്ടാവും. ഭർത്താവ് മരിച്ചു പോയ സ്ത്രീകൾ, അവരെ ഇരിക്കേണ്ടതുണ്ടോ? അവരെ ഇരിക്കേണ്ടതുണ്ട്. അവർക്കും അത് നിർബന്ധമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളും പ്രമാണങ്ങളും നമുക്ക് കാണാനും കഴിയും. ഇനി ഇത്തയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടോ? വീട്ടിൽ നിന്ന് ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത്. لا تخرجوهن من بيوتهن ولا يخرجن إلا أن يأتين بفاحشة مبينة. വിശുദ്ധ ഖുർആൻ പറയാണ്, അവരുടെ വീടുകളിൽ നിന്ന് അവരെ നിങ്ങൾ പുറത്താക്കരുത്, അവർ സ്വയം പുറത്തു പോവുകയും ചെയ്യരുത്, പ്രത്യക്ഷമായ വല്ല നീചവൃത്തിയും അവർ ചെയ്യുകയാണെങ്കിലല്ലാതെ അവരെ പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. അതുപോലെ തന്നെ അവർ സ്വയം പുറത്തേക്ക് പോവുകയും ചെയ്യരുത് എന്ന് പറയാണ്. ഈ ഇദ്ദ കാലയളവിൽ അവൾ വീട്ടിൽ നിന്ന് അത്യാവശ്യ കാര്യത്തിനല്ലാതെ പുറത്തു പോകരുത് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ കാര്യത്തിന് പുറത്തു പോകാൻ പാടില്ല? രോഗസന്ദർശനം നടത്താൻ പാടില്ല, മരണവീട് സന്ദർശനം അവൾക്ക് പാടില്ല, കല്യാണ ചടങ്ങുകൾ അവൾക്ക് പാടില്ല, ഇതൊന്നും പുറത്തേക്ക് കൊണ്ടുപോകരുത്, പുറത്തു പോകാൻ പാടില്ല. ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനായി എല്ലാ കാലയളവിൽ പള്ളികളിലേക്കും അതുപോലെ തന്നെ മറ്റും പോകലും അനുചിതമാണ്. അതും പോകാതിരിക്കലാണ് നല്ലതെന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. കാരണം ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അവിടെ പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. എന്നാൽ ചികിത്സ പോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗമോ മറ്റോ ബാധിച്ചാൽ ഡോക്ടറുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഫുഖഹാ പറയുന്നത് അതിന് പോകാമെന്നുള്ളതാണ്. പക്ഷേ അതിന് പോകുമ്പോഴും അവിടെ ഇല്ലാണെന്നുള്ള കാര്യം അവിടെ ഓർക്കേണ്ടതുണ്ട്. അതൊക്കെ നിർവഹിച്ചതിന് ശേഷം ഏതായാലും ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ, അതുകൊണ്ട് ഒരു പർദ്ദ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഷോപ്പിംഗ് നടത്താം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൂടി നിങ്ങൾ ഷോപ്പിങ്ങിന് പോകരുത്. അവളുടെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കരുത്. അവളെ പെട്ടെന്ന് ചികിത്സ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഉദ്ധരിക്കുന്ന സ്ത്രീ അടച്ചിട്ട മുറിയിൽ ഇരിക്കണമെന്നോ ആരുമായും സംസാരിക്കരുതെന്നോ ഒരു കാര്യത്തിലും പുറത്തിറങ്ങുന്നത്, അഥവാ അവളുടെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നോ അടുക്കളയിലേക്ക് പോകാൻ പാടില്ല എന്നോ അവളെ ജോലിയിൽ ഏർപ്പെടാൻ പാടില്ല എന്നോ ഒന്നും ഇസ്ലാം പറയുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ അലങ്കാര വസ്ത്രങ്ങൾ അവിടെ ധരിക്കാൻ പാടില്ല, ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, അണിഞ്ഞൊരുങ്ങാൻ പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല, സ്വർണ്ണ ഇടാൻ പാടില്ല, മൈലാഞ്ചി ഇടാൻ പാടില്ല. ഇതൊന്നും ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ കാലഘട്ടത്തിൽ ചെയ്യരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട വിഷയമാണ്. ഒരു ഖുതുബയിലൂടെ ഇത്രയും സമയത്തിനുള്ളിൽ ഇത് മുഴുവനും പറഞ്ഞു തീർക്കുക എന്നുള്ളത് സാധ്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഷോർട്ടായി, ഏറ്റവും ലളിതമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഈ രൂപത്തിൽ കാലയളവിൽ ഏത് സമയവും എവിടെയും മരണം സംഭവിക്കാം. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള ആചാരങ്ങൾ നിൽക്കാൻ വീക്ഷിക്കുവാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وصلى الله على نبينا محمد وعلى آله وأصحابه الفائزين برضا الله. أما بعد.
ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരമൊരു ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംശയമാണ്, ചിലർ പറയാറുണ്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വിദ്യയിരിക്കേണ്ടത് എന്ന്. അങ്ങനെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇസ്ലാം പറയുന്ന ഒരു സംഗതിയല്ല. അവൾക്ക് ഏത് വസ്ത്രവും ധരിക്കാവുന്നതാണ്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് അലങ്കാര വസ്ത്രങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നുള്ളത്. അതുപോലെ തന്നെ വെള്ള വസ്ത്രവുമായി ബന്ധപ്പെട്ട് കാലത്ത് സൈനബ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതനെ, എന്റെ മകളുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു, അവൾക്ക് കണ്ണിൽ സുർമയിടാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, പാടില്ല. വീണ്ടും ചോദിച്ചു എന്നാണ് ഹദീസിലുള്ളത്. മറത്തൈനി ഔ സലാസ, 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, പാടില്ല, ഇടാൻ പാടില്ല. അപ്പൊ സുറുമ ഇടാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വെള്ള വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് തന്നെ അവിടെ വിദ്യയിരിക്കണം എന്ന ഒരു നിയമം ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. കറുത്ത വസ്ത്രവും അതുപോലെ തന്നെ വെളുത്ത വസ്ത്രവും അതേപോലെയുള്ള വസ്ത്രങ്ങളെല്ലാം അവർക്ക് ധരിക്കാവുന്നതാണ്. പക്ഷേ അലങ്കാരങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവരെ കുളിക്കാൻ പാടില്ല എന്നോ നഖം വെട്ടാൻ പാടില്ല എന്നോ അങ്ങനെയുള്ള സംഗതിയൊന്നുമല്ല. ബുദ്ധിയോടുകൂടി തന്നെയാണ് അവർ ഇരിക്കേണ്ടത്. പക്ഷേ അലങ്കാരങ്ങൾ ആ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കരുത്, അതിന് അനുവാദമില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. വെള്ള വസ്ത്രം തന്നെ ധരിച്ചിരിക്കണം എന്നില്ല. ചില ആളുകൾ നിസ്കാരക്കുപ്പായം നിർമ്മിക്കാനാണ് ഇന്ത്യയിരിക്കാറുള്ളത്. അതൊന്നും ഇസ്ലാം പറയുന്ന സംഗതിയല്ല. മഹാനായ ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ഇരുന്നാലേ ആവുകയുള്ളൂ എന്ന് കരുതിയാൽ ബിദ്അത്താണ് ചെയ്യുന്നത് എന്നിവരെ രേഖപ്പെടുത്തിയ ഫത്വകൾ നമുക്ക് കാണാൻ സാധിക്കും.